ഹലോ ഗൈസ്, ഹാപ്പി ഓണം. നമ്മോടൊപ്പം ഒരു സെലിബ്രിറ്റി അതിഥിയുണ്ട്, സൂരജ് സന്തോഷ്. ഹാപ്പി ഓണം. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം സംസ്ഥാന അവാർഡ് ജേതാവാണ്. കേരളത്തിലെ എല്ലാവരും ഏറ്റുപാടുന്ന പാട്ടുകൾ പലതും പാടിയ ഗായകനാണ്. ഓണം തകർക്കാണോ? എങ്ങനെയാണ്? വലിയ തകർപ്പൊന്നുമില്ല, പക്ഷേ ഇപ്രാവശ്യം ഓണം ട്രിവാൻഡ്രം വീട്ടിലുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാവാൻ പറ്റാറില്ല പലപ്പോഴും. പക്ഷേ ഇപ്രാവശ്യത്തെ ഓണത്തിന് വീട്ടിൽ തന്നെയാണ്, ഇപ്പോൾ വീട്ടുകാരോടൊപ്പം. ഒരുപാട് കാലമായി വീട്ടിൽ കൂടിയിട്ട് ഓണം? കുറച്ചായി, കുറച്ച് അധിക കാലമായി തോന്നുന്നു. അച്ഛൻ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവില്ല. വീട്ടിലാവുമ്പോൾ എങ്ങനെയാണ് ഓണമൊക്കെ? ഒന്നുമില്ല, സാധാരണ ഒരു ഓണമാണ്. സദ്യ ഉണ്ടാകുമായിരിക്കും, പിന്നെ പ്രത്യേകിച്ച് വേറെ വലിയൊരു ആക്ടിവിറ്റീസും പരിപാടികളൊന്നുമില്ല. അതുപോലെ തന്നെ ഓണ സന്തോഷമായിട്ട് പുതിയ സിനിമകളൊക്കെ ഏത് ഭാഷയിലൊക്കെ ഏതൊക്കെ സിനിമകളാണ്? അറിഞ്ഞുകൂടാ. മലയാളത്തിൽ 1-2 സിനിമകൾ പാടിയിരുന്നു. ഏത് സിനിമയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാനിപ്പോൾ ആക്ച്വലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോണി ലിവിന് വേണ്ടിയിട്ടുള്ള ഒരു വെബ് സീരീസിലാണ്. കൃഷാന്ത് എന്ന സംവിധായകൻ്റെ ഒരു നമ്മുടെ പ്രേതം ആവാസ വിഭവമൊക്കെ കൃഷാന്തിൻ്റെ ഒരു വെബ് സീരീസ് വരുന്നുണ്ട്. ഒരു 4.5 സംഘം എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രം ബേസ്ഡ് ഒരു ക്യൂക്കി ഗാങ്സ്റ്റർ ഡ്രാമ. അതിൻ്റെ മ്യൂസിക് ഞാനും എൻ്റെ സുഹൃത്ത് വർക്കി, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പം എനിക്ക് ആക്ച്വലി ഒരു ഓണവിശേഷം എന്ന രീതിയിൽ പറയാനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ 24 പ്രേക്ഷകർക്കായിട്ട് ഒരു ഓണം വൈബിലൊരു പാട്ട് നമുക്ക് പാടിത്തരില്ലേ? യെസ്, അവിയൽ എന്ന ബാൻഡിൻ്റെ പാട്ട് പാടാം. കന്നിപ്പുമാനത്ത് പൊട്ട് നിലാവത്ത് കണ്ണേറുണ്ടേ, അങ്ങേലും ഇങ്ങേലും കൂത്താട്ടുണ്ടേ, കുഴലൂത്തുണ്ടേ, പുള്ളിപ്പൂലി കളി മറിമാനുണ്ടേ, മയിലാടുന്നേ, ചന്ദനത്തോണിയിൽ പൊന്നും വാരി അങ്ങ് പോകുന്നുണ്ടേ. ഓക്കെ, അപ്പം എന്തായാലും എല്ലാ സന്തോഷങ്ങളും. കുറേ കാലത്തിന് ശേഷം വീട്ടിൽ കൂടി ഓണം അടിപൊളിയാവട്ടെ. അതിനു മുമ്പ് അടുത്ത ഓണങ്ങളെല്ലാം കളറാവട്ടെ. വിഷിംഗ് യു ദ സെയിം. എല്ലാ പ്രേക്ഷകർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം പറഞ്ഞ ഓണാശംസകൾ.